ഞാൻ പറഞ്ഞല്ലോ, ആത്മാഭിമാനമുള്ളവർക്ക് ഈ പാർട്ടിയിൽ തുടരാൻ പറ്റില്ല. ഞാനൊരു അഭിമാനിയായതുകൊണ്ട് ഞാൻ നിർത്തി. കാരണം ഞാൻ 40 വർഷം, എനിക്ക് 53 വയസ്സായി. 40 വർഷത്തോളം ഞാൻ പൊതുരംഗത്തുള്ള ആളാണ്. മാണിസാറിനൊപ്പം കൂടുതൽ പ്രവർത്തിച്ച്. മാണി സാർ എന്നെ ഒരിക്കലും ചീത്ത വിളിച്ചിട്ടില്ല. പി ജോസഫ് സാറിനെ കൂടി അദ്ദേഹം ചീത്ത വിളിച്ചിട്ടില്ല. ഒരു നേതാവും ചീത്ത വിളിച്ചിട്ടില്ല. ഞാൻ 5-6 തവണ ചീത്ത വിളി കേൾക്കേണ്ടത് വെറുതെ ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് ചീത്ത വിളിയും കേട്ടതിന് ശേഷം ഞാൻ പുള്ളിയുടെ കൂടെ പുറകെ നിന്നു സഹകരിച്ച് പോകാൻ നോക്കി. അനുവദിക്കുകയില്ല. ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ചുമതലയ്ക്കും നമ്മളെ അടുപ്പിക്കാത്ത ഒരു സാഹചര്യം. അപ്പം പിന്നെ എന്താ പറയുക, ഒരു ഷണ്ടനായ ജില്ലാ പ്രസിഡന്റായിട്ട് തുടരുക എന്നതിനേക്കാൾ ഭേദം അഭിമാനിയായ മനുഷ്യനായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിർത്തി. എന്നെ ബാധിക്കാനില്ല. ആരെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയെ ബാധിച്ചെങ്കിൽ ബാധിക്കട്ടെ. അത് പാച്ചപ്പ് ചെയ്യാനുള്ള ശക്തി മോൻസ് ജോസഫുണ്ട്. അദ്ദേഹം പാച്ചപ്പ് ചെയ്യട്ടെ. എനിക്കിതിനെക്കുറിച്ച് പറയാനില്ല. എനിക്ക് അതിനകത്ത് ഈ പാർട്ടി സ്ഥാനാർത്ഥി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം, UDF സ്ഥാനാർത്ഥി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഞാൻ പറഞ്ഞ ഇനി നേരെ വീട്ടിലേക്കാണ്. വേറെ ഇല്ല. ഇപ്പൊ ഒരു രാഷ്ട്രീയ മുന്നണി ഞാൻ ഇപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയാം, എനിക്ക് എന്റേതായ ചില വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. പരിഹരിച്ചിട്ട് നോക്കട്ടെ. മോൻസ് ജോസഫ് എന്നെ വ്യക്തിപരമായി അവമാനിച്ചു. മോൻസ് ജോസഫ് ഇവിടെ ജില്ലാ പ്രസിഡന്റ് കൈകാര്യം ചെയ്യേണ്ട എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹത്തിന് ഏറ്റെടുക്കുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ഞാൻ ഈ പാർട്ടി വന്ന് ജില്ലാ പ്രസിഡന്റ് ആയ അന്ന് മുതൽ ഏകദേശം തുടങ്ങി. നിങ്ങൾ ഓർക്കുന്നില്ല, ജില്ലാ ചെയർമാൻ സ്ഥാനം ആദ്യം നേരെ എടുത്തുകൊണ്ട് ഓർക്കുന്നില്ലേ? സംസ്ഥാന യൂണിയനിലാണ് അയാൾ എടുത്തുകൊണ്ട് പോയി. അപ്പൊ എനിക്ക് ഇതിനകത്ത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് ആരോടും വ്യക്തിപരമായ വിരോധമില്ല. പക്ഷെ പറയേണ്ട ഒരിക്കൽ പറഞ്ഞില്ലെങ്കിൽ പറയാതെ പോകുന്നത് അത് ഭീരുവാ. അത് പറഞ്ഞിട്ട് പോകുന്നവനാണ് ഭീരുവല്ലെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് പറയാനുള്ള പറയേണ്ടത് ഇനി മനസ്സിൽ അല്ല, വെറുതെ നിൽക്കാൻ പറഞ്ഞാൽ ഇപ്പം വെറുതെ നിൽക്കാൻ വിധിക്കപ്പെട്ടവൻ അങ്ങനെ മോൻസ് ജോസഫുള്ള മുന്നണിയിലും പാർട്ടിയിലും പ്രവർത്തിക്കുക എന്ന് പ്രഖ്യാപിച്ചില്ല ഞാൻ. അപ്പൊ പിന്നെ എനിക്ക് ഇപ്പൊ വെറുതെ നിൽക്കാനേ പറ്റുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.